ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ജൂലൈ മാസം എത്തിക്കഴിഞ്ഞു. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതം നടക്കുവാൻ പോകുന്നു. അതായത് ജൂലൈ 1 മുതൽ 16 വരെ ആദിത്യൻ മിഥുനം രാശിയിലും തുടർന്ന് കർക്കിടകം രാശിയിലും സഞ്ചരിക്കുന്ന കാലമാണ്. തിരുവാതിര, പുണർതം, പൂയം, ഞാറ്റുവേലകൾ ഈ മാസമുണ്ട്. അതുപോലെ ജൂലൈ 14 അമാവാസിയും ജൂലൈ 29 പൗർണമിയും വരുന്നു. വ്യാഴം കർക്കിടകം രാശിയിൽ പൂയം നക്ഷത്രത്തിലാണ്. ജൂലൈ 16 മുതൽ വ്യാഴത്തിന് വാർഷികമായ മൗഢ്യാവസ്ഥ തുടങ്ങുന്ന സമയമാണ്. ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലാണ്. അതുപോലെ രാഹു കുംഭം രാശിയിൽ തുടരുന്നു. എന്നാൽ ജൂലൈ 1 മുതൽ അപ്രദക്ഷിണ രീതിയിൽ ചതയത്തിൽ നിന്നും അവിട്ടത്തിലേക്ക് പ്രവേശിക്കും. കേതു ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലാണ്. അതുപോലെ ചൊവ്വ ജൂലൈ മാസം മുഴുവനും ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യും. ബുധൻ കർക്കിടകത്തിലാണ് മാസാദ്യം. ജൂലൈ 7 വക്രഗതിയായി മിഥുനത്തിൽ പ്രവേശിച്ച് മാസം മുഴുവൻ അവിടെ തുടരുന്നതാണ്. ഇടയ്ക്ക് മൗഢ്യവും വന്നു ചേരും. ശുക്രൻ മാസത്തിൻ്റെ ആരംഭത്തിൽ കർക്കിടകം രാശിയിലാണ്. ജൂലൈ 4 ചിങ്ങത്തിൽ പ്രവേശിച്ച് ജൂലൈ മുഴുവൻ അവിടെ തുടരുന്നതാണ്. ഈയൊരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ജൂലൈ മാസത്തിലെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 3, 4 ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ആദ്യ പകുതിയിൽ നിലവിലത്തെ സ്ഥിതി തന്നെ നിങ്ങൾക്ക് തുടരുന്ന ഒരു കാലമാണ്. കർമ്മമണ്ഡലത്തിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയും. അതുപോലെ അനുരഞ്ജന സമീപനം ഫലവത്താകും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് വളരെയധികം അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായി ജാഗ്രത പുലർത്തേണ്ടി വരും. സൗഹൃദ ബന്ധം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. അതുപോലെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള സമീപനം വളരെയധികം ഗുണകരമായി മാറും. പുതിയ പഴയ കാര്യങ്ങളെ ഇണക്കുന്നതിൽ ഔചിത്യം പുലർത്തുന്നതാണ്. അതിഭാവുകത്വം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചൊവ്വ 2 സഞ്ചരിക്കുന്നതിനാൽ വാക്കുകളിൽ പാരുഷ്യം വന്നു ചേരും. അതുപോലെ 12 ശനി അല്പദേഹശമന ക്ലേശങ്ങൾ സമ്മാനിക്കുന്നതാണ്. നിങ്ങളുടെ ആശയ്ക്കൊത്ത വിഷയത്തിൽ ഉപരിപഠനം വിദ്യാർത്ഥികൾക്ക് സാധ്യമാകും. സുഖഭോജനം, പ്രിയ സമാഗമങ്ങൾ, കലാതൽപരത എന്നിവയും ഫലത്തിൽ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ കലഹം തലപൊക്കുവാനും ഇടയുള്ള ഒരു മാസമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിത്യവും വിഷ്ണു ഭജനം നടത്തുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപൻ 4 5 സഞ്ചരിക്കുന്നു. 4-ാം ഇടത്തിൽ വ്യാഴബുധ യോഗവുമുണ്ട്. ആദിത്യൻ മാസപ്പകുതി വരെ 3-ാം ഇടത്തിലും തുടർന്ന് 4-ാം ഇടത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ 2, ശനി 12, രാഹു 11 സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് കാണുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. പണം വരുവാൻ പല വഴികൾ ഉണ്ടെങ്കിലും ചെലവും അതുപോലെ തന്നെ വന്നു ചേരുന്ന ഒരു മാസമാണ്. പഠന കാര്യങ്ങളിൽ വളരെയധികം ഏകാഗ്രത വേണം. ഗവേഷണം, പ്രൊജക്റ്റുകൾ എന്നിവ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അർഹരിൽ നിന്നും അഭിനന്ദനം ലഭിക്കുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിയമനം ലഭിക്കും. അതുപോലെ അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കും മാറ്റമുണ്ടാകുന്നതാണ്. വിവാഹ ആലോചനകളിൽ തടസ്സങ്ങൾ വന്നു ചേരും. അതുപോലെ പൈതൃക സ്വത്തിന്മേൽ തർക്കത്തിനുള്ള സാധ്യതയുമുണ്ട്. അന്യദേശ യാത്രകൾക്കുള്ള അവസരം ലഭിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയബന്ധം ശക്തമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ സ്വപ്നമായ പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവിയെ ഭജിക്കുക. അതുപോലെ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യസ്ഥിതിയിൽ കർമ്മ മേഖലയിൽ കുറച്ചൊക്കെ ഉണർവുണ്ടാകും. കാത്തിരുന്ന തൊഴിൽ മാറ്റത്തിനുള്ള അവസരം വന്നു ചേരും.
സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. സ്വന്തം പണം മുടക്കി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ലാഭം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. വിപണിയിൽ നിങ്ങൾക്ക് മത്സരം മുറുകുന്നതാണ്. ഏജൻസികളുടെ നടത്തിപ്പിനായി പാർട്ണർമാരെ തേടേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് പഠനത്തിലുള്ള സാഹചര്യം ഒത്തുവരും. ചൊവ്വയുടെ സഞ്ചാരം മാനസികമായ സമ്മർദ്ദത്തിന് വഴിവെക്കുന്നതാണ്. ക്ഷോഭം നിങ്ങളുടെ നിയന്ത്രിക്കണം. അതുപോലെ പതിവ് ആരോഗ്യ പരിശോധനകൾ യാതൊരു കാരണവശാലും മുടക്കരുത്. ഗൃഹനവീകരണം സാധ്യമാകും. അതുപോലെ നിങ്ങൾ ഈ ഒരു മാസം കരുതിയതിലും കൂടുതൽ ചെലവുണ്ടാക്കുന്ന ഒരു സമയമാണ്. പ്രണയം, സ്ത്രീ സൗഹൃദം ഇവയെല്ലാം തന്നെ ശക്തമാകും. കുടുംബ അന്തരീക്ഷത്തിൽ അനുരഞ്ജന നിലപാടുകൾ സ്വസ്ഥത സമ്മാനിക്കുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ജന്മരാശിയിൽ ചൊവ്വയും 2-ൽ ആദിത്യനും 3-ം ഇടത്തിൽ ഗുരു ശുക്ര ബുധന്മാരും 11-ൽ വ്യാഴവും സഞ്ചരിക്കുന്നു. ക്ഷോഭവും വൈകാരികതയും വർദ്ധിക്കുന്ന സമയമാണ്. പ്രതികരണങ്ങൾ അതിൽ വിടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ വേണം. അതുപോലെ നിങ്ങളുടെ ദേഹാരോഗ്യ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അധ്വാനം വർദ്ധിക്കും. എന്നാൽ സഹപ്രവർത്തകരുടെ സഹായം വന്നു ചേരും. സ്ത്രീ സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരമുണ്ടാകും. സ്വതസിദ്ധമായ നിങ്ങളുടെ കഴിവുകൾ എല്ലാ രീതിയിലും ഈ ഒരു മാസം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. പൈതൃക സ്വത്തിൽ നിന്നും നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യത്തിൽ അല്പം ഉദാസീനതയുണ്ടാകും. സ്ഥലം മാറ്റ കാര്യത്തിൽ തീരുമാനം വൈകുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ കഴിയും. അതുപോലെ വിനോദ ഉല്ലാസങ്ങൾക്ക് നേരം കണ്ടെത്തുവാനും ഈയൊരു മാസം കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ഒരു സമയം ഗാർഹികമായ സുഖം കുറയില്ല. പണം മിച്ചം വെക്കുവാനും കഴിയുന്ന ഒരു മാസമല്ല. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശാസ്താ ഭജനം പതിവായി നടത്തുന്നത് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ ഈ ഒരു മാസം വന്നു ചേരും. നിലവിലെ തൊഴിലിൽ വളരെയധികം തൃപ്തി കുറയുന്ന ഒരു സമയമാണ്. പക്ഷേ ജോലി നിങ്ങൾ ഉപേക്ഷിക്കുന്നത് യാതൊരു രീതിയിലും ഗുണകരമാകില്ല. ബിസിനസ്സിലായാലും ആദായം കുറയും. ഏജൻസി കമ്മീഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധന നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിലെ വാഹനം, അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് ഉപയോഗിക്കുവാൻ കഴിയും. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ കൈവരുന്നതാണ്. ബുധ ശുക്രന്മാർ അനുകൂല അവസ്ഥയിലായതിനാൽ ഭൗതികമായി വളരെയധികം പുരോഗതി ഉണ്ടാകും. പഠന കാര്യത്തിൽ വ്യഗ്രതയുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ആശയവിനിമയം വഴി വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്കും സന്തോഷിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് മൂലം ദേഹസൗഖ്യം കുറയുന്നതാണ്. കടം കൊടുത്ത തുക മടക്കി കിട്ടും. അതുപോലെ ലഘു യാത്രകളിലൂടെ വളരെയധികം മനസ്സന്തോഷം കൈവരുന്ന ഒരു മാസമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ സ്വാമിയെ ആണ് ഭജിക്കേണ്ടത്. സുബ്രഹ്മണ്യ ഭജനം കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിർത്തുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ജന്മത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിലും ചെലവും വർദ്ധിക്കും. പരിശ്രമത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് കാര്യസാധ്യമുണ്ടാകൂ. കണ്ടക ശനിക്കാലം കൂടി ആയതിനാൽ പലതരം തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ വന്നു ചേരും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രോത്സാഹനം കിട്ടണമെന്നില്ല. അതുപോലെ വ്യാഴം, ശുക്രൻ, ഭാഗികമായി ബുധൻ എന്നിവ 2-ം ഇടത്ത് സഞ്ചരിക്കുന്നതിനാൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഉപരിപഠനത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. നിങ്ങൾ തുടങ്ങിവെച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. നിക്ഷേപങ്ങൾ സാധ്യമാകും. അതുപോലെ തന്നെ ചൊവ്വയുടെ 12-ാം ഇടത്തിലെ സ്ഥിതി ഭൂമി തർക്കങ്ങൾക്ക് വഴി തുറക്കാം. കെട്ടിട നിർമ്മാണം, അതുമല്ലെങ്കിൽ ഗൃഹനിർമ്മാണം എന്നിവയിൽ വിഘ്നം ഭവിക്കാം. ദാമ്പത്യത്തിൽ സുഖമുണ്ടാകും. ബന്ധുക്കളിൽ നിന്നോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ എല്ലാ രീതിയിലുമുള്ള പിന്തുണ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാദേവനെ ഭജിക്കുകയും ശിവഭജനം നടത്തുകയും ചെയ്യുക. അതുപോലെ സർപ്പപ്രീതി വരുന്നത് വളരെയധികം ഉത്തമമാണ്.
അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ഒരു മാസം നവസംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂല അവസ്ഥയിലായതിനാൽ ധനനേട്ടമുണ്ടാകും. പ്രൊജക്റ്റുകൾക്ക് രൂപം കൊടുക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിവിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയിൽ നിങ്ങൾ ആശിച്ച രീതിയിലുള്ള നേട്ടം വന്നുചേരും. ചൊവ്വയുടെ സ്ഥിതിയിൽ ഭൂമി ക്രയവിക്രയം വൈകാം. അതുപോലെ ലഘു ദീർഘയാത്രകൾ ആവർത്തിക്കുന്നതാണ്. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വിശ്രമിക്കുവാനും വിനോദത്തിനും സമയം മാറ്റിവെക്കേണ്ട ഒരു കാലമാണ്. മക്കളുടെ പഠനം, അതുമല്ലെങ്കിൽ ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്കണ്ഠ കുറയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം വൈകാം. ജോലി ഭാരം വർദ്ധിക്കാം. രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ദോഷശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഭഗവാൻ വഴി കാണിച്ചു തരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് 12ലും ജന്മത്തിലും രവി സഞ്ചരിക്കുകയാൽ അലച്ചിലുണ്ടാകും. കാര്യനിർവഹണത്തിൽ പരാശ്രയം വേണ്ടിവരുന്നതാണ്. ഉന്നതരുടെ പിന്തുണ വന്നു ചേരണമെന്നില്ല. അതുപോലെ ചൊവ്വ 11ൽ സഞ്ചരിക്കുകയാൽ ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. വസ്തു കച്ചവടത്തിൽ നേരത്തെ അനുഭവപ്പെട്ട നിയമപ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹൃതമാകുന്നതാണ്. വ്യാഴം, ശുക്രൻ, ബുധൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബസുഖമുണ്ടാകും. പ്രണയത്തിൽ കൂടുതൽ ദൃഢതയുണ്ടാകുന്ന കാലമാണ്. ഭാവി കാര്യം തീരുമാനിക്കപ്പെടാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ആശിച്ച സ്ഥിതി ഉണ്ടാകുന്നതാണ്. സുഖഭോഗങ്ങൾ, പാരിതോഷിക ലബ്ധി ഇവയും ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കലാപ്രദർശനത്തിനുള്ള അവസരമുണ്ടാകും. മക്കളുടെ ജോലി കാര്യത്തിലെ സമ്മർദ്ദങ്ങളെല്ലാം തന്നെ കുറയുന്നതാണ്. ഈശ്വരാരാധനയ്ക്കും സമർപ്പണങ്ങൾക്കും മറ്റും സാഹചര്യം വന്നുചേരും. അഷ്ടമ രാഹു ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ കരുതൽ വേണമെന്നാണ് ഫലത്തിൽ പറയുന്നത്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. പൂയം നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു മുന്നേറിയാൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടുതന്നെ എല്ലാവിധ പ്രതിസന്ധികളെയും തട്ടിത്തെറിപ്പിച്ച് മുന്നേറുവാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 12ലും ജന്മത്തിലും സഞ്ചരിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം വർദ്ധിക്കുന്നതാണ്. ഔദ്യോഗിക യാത്രകൾ ഉണ്ടാകും. അതുപോലെ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുകളിൽ നിന്നും എന്തെങ്കിലും കാര്യം നേടേണ്ട ആളുകൾക്ക് പരിശ്രമം ആവർത്തിക്കേണ്ടി വരുന്നതാണ്. പഠന കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ അനുഭവപ്പെടും. സ്ത്രീ സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും. അതുപോലെ സുഹൃത്തുക്കളുമായി ഉല്ലസിക്കാനുള്ള സന്ദർഭവും ഈ ഒരു മാസം പ്രതീക്ഷിക്കാം. ഭൂമി വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നിങ്ങൾക്ക് വന്നു ചേരും. സംഘടനകളിൽ സ്ഥാന ഉന്നതിക്കായി മത്സരത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതാണ്. അതുപോലെ സഹോദരങ്ങളുമായി സൗഹൃദം പുലരുന്നതാണ്. കലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിത്യവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ ഗണപതി ഭജനം നിത്യവും നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. 11ലും 12ലുമായി ആദിത്യൻ സഞ്ചരിക്കുകയാൽ അർഹതയുള്ള ജോലി നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നിലവിലത്തെ ജോലിയിൽ വളരെയധികം സുഖകരമായി മാറുന്നതുമാണ്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. അതുപോലെ പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ലോൺ കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. 12ൽ വ്യാഴവും ബുധ ശുക്രന്മാരും ഉള്ളതിനാൽ തുടക്കത്തിൽ സൽക്കാര്യങ്ങൾക്കായി ചെലവുണ്ടാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിഘ്നങ്ങളെല്ലാം തന്നെ വിട്ടൊഴിയും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. ആരോഗ്യപരമായി മെച്ചപ്പെട്ട ഒരു കാലമാണ്. നവീന ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളോ ഗാർഹിക ഉപകരണങ്ങളോ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നാഗരാജാവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നാഗരാജാവിൻ്റെ പ്രീതി വരുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ കാത്തിരുന്ന പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള
സന്ദർഭം വന്നു ചേരും. ആദിത്യൻ 11-ലാകിയാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിശേഷിച്ചും. എന്നാൽ രണ്ടാം പകുതിയിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഒപ്പമുള്ളവരെ തന്നെ ശത്രുക്കളാക്കിയേക്കാം. ചൊവ്വ 10-ാം ഭാവത്തിലാകിയാൽ അനാവശ്യമായ വ്യവഹാരങ്ങൾക്ക് മുതിർന്നേക്കും. പ്രത്യേകിച്ചും വ്യാപാരത്തിൽ കിടമത്സരങ്ങളെ നേരിടേണ്ടി വരും. പുതുവാഹനം വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ആഗ്രഹത്തിനൊത്ത വാടക വീട്ടിൽ താമസം മാറുവാൻ കഴിയും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹ സാഫല്യമുണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഇണക്കവും പിണക്കവും ആവർത്തിച്ചേക്കാം. അതുപോലെ ധനപരമായി ആശങ്കയ്ക്ക് യാതൊരു രീതിയിലും വകയുള്ള മാസമല്ല. എന്നാലും നിങ്ങൾ ആഡംബരം കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാണ്. കലാപരിശീലനത്തിനുള്ള സാഹചര്യമുണ്ടാകും. ധാർമ്മികമായ പ്രവൃത്തികൾ ചെയ്യുന്നത് വഴി കീർത്തി നേടുവാനും ഈയൊരു മാസം സാധിക്കുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഭഗവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇതുകൂടാതെ ഭഗവതി ക്ഷേത്രത്തിൽ നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഗ്രഹങ്ങൾ അനുകൂല പ്രതികൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു മാസമായതിനാൽ ഫലങ്ങളിലും വളരെയധികം സമ്മിശ്രതയുണ്ടാകും. വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ശത്രുക്കളെ സമ്മാനിക്കുന്നതാണ്. ഔദ്യോഗികമായി നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെയധികം മേന്മയുണ്ടാകും. സഹപ്രവർത്തകരുടെ സഹകരണം കർമ്മ വിജയത്തിന് കാരണമാകും. കൂട്ടുകെട്ടുകൾ, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് എന്നിവയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പൂർവിക സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾ കോടതിക്ക് പുറത്ത് പരിഹരിക്കപ്പെടും. സംഘടനകളോട് വിരക്തി തോന്നുന്നതാണ്. സാമ്പത്തികമായ ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിക്കുക. ചിങ്ങരാശിക്കാർക്ക് അലച്ചിൽ വർദ്ധിക്കുന്നതാണ്. ഉപാസനകൾ ഭംഗപ്പെടാം. അതുപോലെ കന്നിരാശിക്കാർക്ക് പൊതുമധ്യത്തിൽ അംഗീകാരം എന്നിവ വന്നുചേരും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്താവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ഈയൊരു മാസം നിങ്ങൾക്ക് നവീന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആരുടെയും പ്രേരണ കൂടാതെ ചില തിരുത്തലുകൾ നടത്തുവാൻ കഴിയുന്നതാണ്. സഹജമായ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് അവബോധമുണ്ടാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതിയോ രജിസ്ട്രേഷനോ ഇവ കൈവരുന്നതാണ്. ഭൂമി കാര്യത്തിൽ ചൊവ്വയുടെ 10-ാം ഇടത്തിലെ സ്ഥിതിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ അർഹത നേടും. അതുപോലെ പാരമ്പര്യ തൊഴിലുകൾ സാങ്കേതികവൽക്കരിക്കുവാൻ കഴിയുന്നതാണ്. ഉല്ലാസമോ തീർത്ഥാടന യാത്രകൾക്കോ അവസരം വന്നു ചേരും. വാഹനം വാങ്ങുന്ന കാര്യത്തിൽ ഇരുമനസ്സുണ്ടാകുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ സംബന്ധമായി നല്ല തീരുമാനം പ്രതീക്ഷിക്കാം. ലഘു നിക്ഷേപങ്ങൾ ഈയൊരു മാസം സാധ്യമാകും. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ നടത്തുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായി ഒരുവിധം തൃപ്തികരമായ മാസമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നവഗ്രഹ പ്രീതി വരുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ അതും വളരെയധികം ഗുണകരമായി മാറുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ആദ്യത്തെ സഞ്ചാരം അനുകൂലമാകുകയാൽ തൊഴിൽപരമായി വളരെയധികം സമാധാനമുണ്ടാകും. മേലധികാരിയുടെ വിശ്വാസം കിട്ടും. അർഹതപ്പെട്ട സ്ഥലമാറ്റം പ്രതീക്ഷിക്കാം. പ്രധാന ദൗത്യങ്ങളുമായി നിങ്ങൾക്ക് സഹകരിക്കുവാൻ കഴിയുന്നതാണ്. സാങ്കേതികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുക. സ്വന്തം പ്രവണതകളെക്കുറിച്ച് ആത്മവിശകലനം നടത്തുവാൻ തുനിഞ്ഞേക്കുന്നതാണ്. ഇടയ്ക്ക് ദേഹക്ഷീണമുണ്ടാകും. പതിവ് ആരോഗ്യ പരിശോധനകൾ യാതൊരു കാരണവശാലും മുടക്കരുത്. അതുപോലെ വസ്തു വിൽപ്പന എന്ന കാര്യം തടസ്സപ്പെടാം. നിർമ്മാണ പ്രവർത്തനങ്ങൾ സാമ്പത്തികമായി ഇല്ലായ്മ കാരണം നീട്ടിവെക്കേണ്ടി വരും. ഈശ്വര കാര്യങ്ങൾ നിർവഹിക്കുവാൻ നേരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. സ്ത്രീ സൗഹൃദമോ അതുമല്ലെങ്കിൽ പ്രണയമോ പുഷ്ടിപ്പെടുന്ന കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു ഭജനം നടത്താവുന്നതാണ്. ഇതുകൂടാതെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 9-ലും 10-ലും സഞ്ചരിക്കുന്നു. ചൊവ്വ അഷ്ടമത്തിലാണ്. രാഹു 5-ലും. മനോനിയന്ത്രണം എളുപ്പമാകുന്ന സമയമല്ല. പരീക്ഷണങ്ങളിൽ ഭ്രമമേറുന്നതാണ്. നിലവിലത്തെ തൊഴിൽ ഉപേക്ഷിക്കുക എന്നത് യാതൊരു രീതിയിലും ഗുണകരമാകില്ല.
ചില ഓഫറുകൾ വരും, എന്നാൽ അപ്രായോഗികമാകിയാൽ നിങ്ങൾക്ക് തള്ളിക്കളയേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിനൊത്ത കോഴ്സുകളിൽ ചേരുവാൻ സാധിക്കും. അന്യദേശത്തിനുള്ള അവസരങ്ങൾ തെളിയുന്നതാണ്. പുതുവാഹനം വാങ്ങുവാൻ സാധിക്കും. അതുപോലെ ആഡംബര വസ്തുക്കൾക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം പുഷ്കലമാകും. കിടപ്പ് രോഗികൾക്ക് വളരെയധികം ആശ്വാസം പ്രതീക്ഷിക്കാം. സ്വാന്തന വാക്കുകൾ മുറിവുണക്കുന്നതാണ്. വൈകാരിക സമീപനം എല്ലാ രീതിയിലും ഒഴിവാക്കുക. യാത്രകളിലും കരുതൽ വേണം. അഷ്ടമത്തിലെ ചൊവ്വ വീഴ്ച, ചതവ്, ശസ്ത്രക്രിയ ഇവയ്ക്ക് കാരണമാകുന്നതിനാൽ ജാഗ്രത വേണ്ട ഒരു മാസമാണ്. ദൈവിക സമർപ്പണങ്ങളിൽ വളരെയധികം ആശ്വാസം കണ്ടെത്തുവാനും ഈ ഒരു മാസം സാധിക്കുന്നതാണ്. ചോതി നക്ഷത്ര ജാതകരായ നിങ്ങൾ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയെ ഭജിക്കാവുന്നതാണ്. അതുപോലെ നിത്യവും ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ദോഷപരിഹാരത്തിന് വളരെയധികം ഉത്തമമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശ്വസിച്ച കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. തെറ്റായ തീരുമാനങ്ങൾ തിരുത്തുവാനുള്ള ആർജവും ഉണ്ടാകുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേ ദിക്കിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠിപ്പിൽ തൃപ്തി ഉണ്ടാകും. യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം ഉണ്ടാകുന്നതാണ്. സമ്പാദ്യം നിക്ഷേപിക്കുന്ന ആളുകൾ വളരെയധികം കരുതൽ ഈ ഒരു സമയം ആവശ്യമാണ്. അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുക. വിശാഖം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷപരിഹാരത്തിനു വേണ്ടി വിഷ്ണു ഭജനം നടത്തുക. അതുപോലെ ജന്മനക്ഷത്ര ദോഷത്തിന് പരിഹാരം കാണുന്നതിനും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ കഷ്ടമത്തിലും 9-ലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ പുതു തൊഴിലുകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരും. തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി ലഭിക്കണമെന്നില്ല. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും, എന്നാൽ നിയമന ഉത്തരവ് വൈകുന്നതാണ്. യാത്രകൾ മൂലവും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പിതാവിൻ്റെ നിർദ്ദേശങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കും. ഏജൻസികൾ, കമ്മീഷൻ വ്യാപാരം എന്നിവയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയം എളുപ്പമാകും. ഉന്മേഷം നിലനിർത്തുന്നതാണ്. ന്യായമായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വരുതിയിലാകുന്ന കാലമാണ്. ധനാഗമം യാതൊരു രീതിയിലും തടസ്സപ്പെടില്ല. പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയാനുഭവങ്ങൾ ഉണ്ടാകും. പിരിമുറുക്കം കുറയുന്നതാണ്. ദൈവിക കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയേറുന്ന കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവി ഭജനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന്, ഗുരു, ശുക്രൻ, രവി തുടങ്ങിയ ഗ്രഹങ്ങളുമായി ബന്ധമുള്ളതിനാൽ കൂട്ടുകെട്ടുകൾ ദൃഢമാകും. ബൗദ്ധിക വീക്ഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. അഭിമുഖങ്ങളിൽ ശോഭിക്കുന്നതാണ്. അതുപോലെ തൊഴിലിടത്തിൽ അധ്വാനം വർദ്ധിക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റമുണ്ടാകും. വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ തുടങ്ങി മുടങ്ങിയ കാര്യങ്ങളുമായി വീണ്ടും മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഒപ്പമുള്ളവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ശുഷ്കാന്തി കുറയും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരുന്നതാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരായ നിങ്ങൾ ഭഗവതിയെ ഭജിക്കണം. ദോഷപരിഹാരത്തിനും ഐശ്വര്യ നേട്ടത്തിനും ദേവി ഭജനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 8-ലും 7-ലുമായി സഞ്ചരിക്കുന്നു. തീരുമാനങ്ങളിൽ ചാഞ്ചല്യമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുമായി ആശയവിനിമയത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നതാണ്. പങ്കുകച്ചവടത്തിൽ തൃപ്തി കുറയും. പുതിയ കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങുവാൻ വളരെയധികം വൈകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ധനം ഉപയോഗിച്ചും നിക്ഷേപങ്ങൾ പിൻവലിച്ചും പുതിയ ബിസിനസ് തുടങ്ങുന്നത് യാതൊരു രീതിയിലും ഗുണകരമാകില്ല. കരാർ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ ദിവസ വേതനക്കാർ
രാശിക്കാർക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ വന്നു ചേരും. പണമിടപാടുകളിൽ സൂക്ഷ്മതയും കൃത്യതയും പുലർത്തുക. ഉല്ലാസവേളകൾക്കും കുടുംബത്തിനൊപ്പം ഷോപ്പിംഗ്, പുറമേ നിന്നുള്ള ഭക്ഷണം തുടങ്ങിയവയ്ക്കും ഈയൊരു മാസം സന്ദർഭം വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി അവതാര വിഷ്ണു ഭജനം നടത്താവുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയിലേക്ക് എത്തുവാനും ദോഷത്തെ ഇല്ലാതാക്കുവാനും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നക്ഷത്രനാഥന് ബുധഗുരു യോഗം വരുന്നതിനാൽ ജീവിത വീക്ഷണത്തിൽ ചിന്താഗതികളിലും വളരെയധികം വ്യത്യാസമുണ്ടാകും. ഭൗതികമായ ഉന്നമനേച്ഛ ഉണ്ടാകും. ഒപ്പം ആധ്യാത്മിക സാധനങ്ങളിലും ചായ്വ് പ്രകടമാകുന്ന സമയമാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെയധികം സമാധാനം പുലരുന്നതാണ്. അതുപോലെ ഉന്നതരുടെ പിന്തുണ പ്രതീക്ഷിക്കാം. എതിർപ്പുകളെയെല്ലാം തന്നെ തള്ളിക്കളഞ്ഞ് മുന്നേറുവാൻ കഴിയുന്ന കാലമാണ്. ചൊവ്വ അനുകൂലമാകിയാൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അന്യനാട്ടിൽ പഠനം, അതുമല്ലെങ്കിൽ ഉപജീവനം എന്നിവയ്ക്ക് ശ്രമം തുടരുന്നതാണ്. അനാവശ്യമായ ഉത്കണ്ഠകളെല്ലാം തന്നെ ഒഴിവാക്കണം. ആരോഗ്യ കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധ വേണ്ട സമയമാണ്. തിടുക്കം ഒഴിവാക്കുന്നതും വളരെയധികം ഗുണകരമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നാഗരാജ ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. മകരരാശിക്കാർക്ക് ആദിത്യ ബുധവ്യാഴ ശുക്ര സഞ്ചാരം അനുകൂല അവസ്ഥയിലാകിയാൽ തൊഴിലിടത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അസംതൃപ്തികളെല്ലാം തന്നെ പരിഹൃതമാകും. സംഘടനകളിലെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. അതുപോലെ സഹപ്രവർത്തകർക്കിടയിലെ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാറുന്നതാണ്. ധനുരാശിക്കാർക്ക് ജോലി ഭാരം വർദ്ധിക്കും. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം വൈകുന്നതാണ്. ചൊവ്വ അനുകൂലമാകിയാൽ വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും. വാഹന ലൈസൻസ് പുതുക്കുവാൻ സാധിക്കും. അതുപോലെ അറ്റകുറ്റങ്ങൾക്ക് പണം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ മാതാപിതാക്കൾ നല്ല തീരുമാനത്തിൽ എത്തിച്ചേരും. നവസംരംഭങ്ങളിൽ പുനഃപരിശോധന ആവശ്യമായി വരുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ അമളി സംഭവിക്കുവാൻ ഇടയുള്ളതിനാൽ വളരെയധികം കരുതൽ വേണം. അതുപോലെ മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ കഴിയുന്ന കാലമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഇതുകൂടാതെ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യൻ 6ലും 7ലുമായി സഞ്ചരിക്കുന്നതിനാൽ മാസാദ്യ പകുതിയിൽ ഉദ്യോഗസ്ഥർക്ക് വളരെയധികം ഹിത അനുഭവങ്ങൾ ഉണ്ടാകും. സ്വതസിദ്ധമായ കഴിവുകൾ തിരിച്ചറിയുവാൻ വളർത്തുവാനും സാഹചര്യം ഒത്തിണങ്ങുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയുണ്ടാകും. ഗവേഷണ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. അന്യദിക്കിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മാറ്റം പ്രതീക്ഷിക്കാം. പുതിയ ജോലി തേടുന്നവർക്ക് അവസരം വന്നെത്തും. പങ്കാളിത്ത വ്യാപാരത്തിൽ ആദായം വർദ്ധിക്കുന്നതാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കുവാൻ സാധിക്കും. കരാർ ജോലിക്കാർക്ക് ജോലികൾ കുറച്ചുകൂടി നീട്ടിക്കിട്ടുന്നതാണ്. തിരുവോണം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഭഗവാൻ ശിവനെ ഭജിക്കേണ്ടതാണ്. ദിവസവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. സുഹൃത്തുക്കളുമായി ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യും. അതുപോലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് കുടുംബത്തിനകത്തുനിന്ന് തന്നെ വിയോജിപ്പുണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് ഉപാചപങ്ങൾ മൂലം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി തേടുന്ന ആളുകൾക്ക് അവസരം വന്നു ചേരും. ലോൺ അപേക്ഷ പരിഗണിക്കപ്പെടും. അതുപോലെ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതാണ്. ദീർഘയാത്രകൾക്ക് കാത്തിരുന്നവർക്ക് സന്ദർഭം അനുകൂലമാണ്. കടബാധ്യതകൾ ചിലതൊക്കെ വീട്ടിൽ തീർക്കുവാൻ സാധിക്കും. കലാപ്രവർത്തകർക്ക് കൂടുതൽ പരിശീലനം നടത്തുവാനുള്ള അവസരം വന്നു ചേരും. രോഗികൾക്ക് പാരമ്പര്യ ചികിത്സകൾ വളരെയധികം ഗുണകരമായി മാറുന്നതാണ്. തീർത്ഥാടന യോഗമുണ്ട്. മകളുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം ഈയൊരു മാസം വന്നു ചേരും. അവിട്ടം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശിവഭഗവാനെയാണ് ഭജിക്കേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശിവഭജനവും ശിവ പഞ്ചാക്ഷരി മന്ത്രവും ഉരുവിടുന്നത് വളരെയധികം ഉത്തമമാണ്.
അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യൻ 5, 6 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ 4-ലാണ്. 6-ാമിടത്ത് ത്രിഗ്രഹി യോഗവുമുണ്ട്. സ്വാനുഭാവങ്ങളിൽ നിന്നും പഠിച്ചറിഞ്ഞവ പ്രയോജനം ചെയ്യും. സഹപ്രവർത്തകർക്കിടയിൽ പാരസ്പര്യം കുറയുന്നതാണ്. അതുപോലെ കുടുംബാംഗങ്ങൾക്കിടയിലും തെറ്റിദ്ധാരണകൾ തുടരും. തൊഴിൽ മേഖലയിൽ കടുത്ത മത്സരങ്ങൾ പ്രതീക്ഷിക്കാം. സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനത്താൽ അത്ഭുതപ്പെടുവാനുള്ള വക വന്നു ചേരുന്നതാണ്. നിങ്ങൾ മുൻകൈയെടുക്കുന്നതിനെ ഓവർ സ്മാർട്ടായി വിശേഷിക്കപ്പെടാം. ഊഹക്കച്ചവടം, ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിലൂടെ അപ്രതീക്ഷിത സമ്പാദ്യം കൈവരുവാൻ ഇടയുള്ള മാസമാണ്. അതുപോലെ ഒപ്പം പഠിച്ച ആളുകളുടെ കൂടിച്ചേരലുകളിൽ പങ്കെടുക്കുവാനും സാധിക്കും. ഭവന വായ്പ അടഞ്ഞു തീർന്നേക്കും. അതുപോലെ മകളുടെ വിവാഹ കാര്യത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന മാസമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഘ്നേശ്വര ഭഗവാനെയാണ് ഭജിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ വിഘ്നങ്ങൾക്കും തടസ്സങ്ങൾക്കും പരിഹാരം കാണുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപൻ ഉച്ചസ്ഥാനത്തിലായതിൻ്റെ അനുകൂലത ലഭിക്കുന്ന ഒരു മാസമാണ്. തീരുമാനങ്ങളെല്ലാം തന്നെ വേഗത്തിൽ കൈക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും സാധിക്കും. അതുപോലെ സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന പിരിമുറുക്കത്തിന് അയവ് വരുന്നതാണ്. കുടുംബത്തിൽ അനൈക്യമുണ്ടാകും, എന്നാൽ പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. വാഹനം വാങ്ങുവാൻ ഗ്രഹാനുകൂല്യം കുറവായ കാലമാണ്. അധികാരത്തിൽ കൈകടത്തുവാൻ ആരെയും നിങ്ങൾ അനുവദിക്കില്ല. അതുപോലെ തടസ്സപ്പെട്ടിരുന്ന ദീർഘയാത്രകൾക്കുള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. മീനരാശിക്കാരായ ആളുകൾക്ക് പ്രശസ്തി കൈവരുന്ന കാലമാണ്. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സന്താന സൗഭാഗ്യമുണ്ടാകും. അതുപോലെ ജീവകാരുണ്യ കർമ്മങ്ങൾക്ക് നേരം നീക്കിവെക്കുവാനും ഈയൊരു മാസം സാധിക്കുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരായ നിങ്ങൾ പ്രദോഷവ്രതമനുഷ്ഠിച്ച് ശിവഭജനം നടത്തിയാൽ ഇതിലൂടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾക്കും പലവിധ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 4, 5 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു മാസമാണ്. ഔദ്യോഗികമായി ശരാശരി കാലം തന്നെയാണ്. നിങ്ങൾക്ക് അധ്വാന ഭാരം വർദ്ധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി പ്രതീക്ഷിക്കാം. വ്യാഴം ഉച്ചസ്ഥനായി തുടരുകയാൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസം കുറയുന്ന സമയമല്ല. നവസംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാവനയും നിങ്ങളുടെ സൃഷ്ടിപരതയും വർദ്ധിക്കുന്നതാണ്. കലയുമായി ബന്ധപ്പെട്ട തൊഴിൽ നടത്തുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിലും ലാഭമുണ്ടാകും. സഹോദരങ്ങളുമായി ചേർന്നോ പാരമ്പര്യമായോ നടത്തുന്ന സ്ഥാപനത്തിൽ വളരെയധികം ധനനേട്ടമുണ്ടാകും. അന്യദേശത്ത് തുടർ പഠനം വിദ്യാർത്ഥികൾക്ക് സാധ്യമാകും. അതുപോലെ മക്കളുടെ ഭാവി സംബന്ധിച്ചുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും കുറയുന്നതാണ്. ജന്മശനിയും 12-ൽ രാഹുവും തുടരുന്ന കാലമായതിനാൽ തടസ്സങ്ങൾ, ആലസ്യം, ദേഹക്ലേശം ഇവയും ജീവിതത്തിൽ ഇടയ്ക്കിടെ ഭാഗമാകുന്ന ഒരു മാസമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. മാസാദ്യം പഞ്ചമഭാവത്തിൽ ത്രിഗ്രഹി യോഗമുണ്ട്. കലാരംഗത്തുള്ള ആളുകൾക്ക് വളരെ നേട്ടങ്ങളുണ്ടാകുന്ന കാലമാണ്. നിങ്ങളുടെ സഹജ വാസനകൾ പുഷ്ടിപ്പെടും. ഉന്നത വിദ്യാഭ്യാസം പുരോഗതിയിലേക്ക് കുതിക്കുന്നതാണ്. വിദേശത്ത് തൊഴിലവസരങ്ങൾ, പൗരത്വ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമുണ്ടാകും. ലഘു നിക്ഷേപങ്ങൾ സാധ്യമാകും. അതുപോലെ 4-ലും 5-ലും ആദിത്യൻ സഞ്ചരിക്കുന്ന ഒരു സമയമായതിനാൽ നിലവിലെ തൊഴിലിൽ വളരെയധികം അതൃപ്തി ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ ശോഭിക്കാനാകുമെങ്കിലും നിയമന ഉത്തരവ് നീളുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി ഒത്തുതീർപ്പാക്കും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുന്നതാണ്. ശനി ജന്മനക്ഷത്രത്തിലൂടെ കടന്നു പോകുകയാണ്. അതിനാൽ നിങ്ങൾക്ക് ആലസ്യവും ദേഹക്ലേശവും വർദ്ധിക്കുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായും നിങ്ങൾ അല്പം ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ജന്മനക്ഷത്ര നാളിൽ
നാളിൽ ഗണപതി ഹോമം അതുമല്ലെങ്കിൽ വഴിപാട് നടത്തുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഗുണവർദ്ധനവിനും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.